നമ്മൾ കൺസ്ട്രക്ഷൻസിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ദേ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ഒരു PQR ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ QR നമുക്കറിയാം 6. നമ്മളപ്പോൾ 6 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കാൻ പോകും. 6 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, 6 ആണെന്ന് നോക്കിയേക്ക്. 1 മില്ലിമീറ്റർ ഓറുണ്ട്, 0 എന്നാണ് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ആ 1 മില്ലിമീറ്റർ കുറവ് നമ്മൾ ബാലൻസ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമാകും. ഓക്കെ, ഇപ്പം 6 ആയി. ഇനി എന്ത് ചെയ്യണം? ഇനി ആംഗിൾ മാർക്ക് ചെയ്യണം അല്ലേ? എത്ര അവർ പറഞ്ഞേക്കുന്ന ആംഗിള്? അവർ പറഞ്ഞേക്കുന്ന ആംഗിള് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി വരയ്ക്കാൻ എളുപ്പമാണ് അല്ലേ? 60 ഡിഗ്രി വരയ്ക്കുന്നത് എങ്ങനെയാണ്? കോമ്പസ് എടുക്കുക അല്ലേ? കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു എൻഡിനെ പോയിന്റ് ചെയ്യുക. ഈ എൻഡിനെ തന്നെ പോയിന്റ് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. ഇവിടെ പോയിന്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. നെയിം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നെയിം ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, പോയിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നോക്കണം, കറക്റ്റായിട്ടാണ് വെച്ചേക്കുന്നത് നോക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ഒരു ആർക്ക് വരയ്ക്കണം. ആർക്ക് വരയ്ക്കുക. ഓക്കെ, സെമി സർക്കിൾ ആയാലും കുഴപ്പമില്ല. ഇനി എന്താ, 60 ഡിഗ്രി ആയതുകൊണ്ട് ഈസിയാണ്. കാര്യം ഡയറക്റ്റ് 60 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ കൊണ്ടുവന്ന് കറക്റ്റ് പോയിന്റ് ചെയ്ത് വെക്കുക. വലിയ കുഴപ്പമില്ലാണ്ട് പോയിന്റ് ചെയ്യിക്കുക. അന്നേരം നമുക്ക് കറക്റ്റ് ഇപ്പോഴാണ് കറക്റ്റ് പോയിന്റ് ആയി. ഇനി എന്ത് ചെയ്യണം? ഒരാർക്ക് കട്ട് ചെയ്യണം അല്ലേ? ഒരാർക്ക് കട്ട് ചെയ്യണം. ഈ ആർക്ക് എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. 60 ഡിഗ്രി ഡയറക്റ്റ് കിട്ടി. അപ്പോൾ നമുക്ക് 60 ഡിഗ്രി ആംഗിൾ കിട്ടിയില്ലേ? ഈ 60 ഡിഗ്രീനെ നമുക്ക് എന്ത് ചെയ്യണം? വലിച്ച് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം അല്ലേ? 60 ഡിഗ്രിയെ നമുക്ക് വരക്കാം. ഡിഗ്രി ഞാൻ ചെറുതാക്കിയിട്ട് വരക്കാം. അപ്പം നമ്മൾ 60 ഡിഗ്രിയെ ജോയിൻ ചെയ്യുക. അത്രയും പോരില്ല, എക്സ്റ്റെൻഡ് ചെയ്യണം. ഇനി എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ 60 ഡിഗ്രി എക്സ്റ്റെൻഡഡ് ആയിട്ടുണ്ട്. 60 ഡിഗ്രീനെ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് വരയ്ക്കുന്നത്? 2 ഡയറക്ഷനിലും വരച്ചിടും. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നമുക്ക് പേര് കൊടുക്കാം. QR ആണ് 6, Q ആണ് 60 ഡിഗ്രി. അപ്പോൾ ഏതാ Q? ഇത് വന്ന് Q, ഇത് വന്ന് R. Qൻ്റെ ആംഗിളാണ് 60 ഡിഗ്രി. അത്രയും മാർക്ക് ചെയ്തു. ഇനി എന്താ തന്നേക്കുന്നത് നോക്ക്. PR മൈനസ് PQ തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? PR മൈനസ് PQ ഇസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. നോക്കുമോനെ, നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പഠിപ്പിച്ചത്? ഇവിടെ പോയിന്റ് ചെയ്ത് മുകളിലേക്കും വരയ്ക്കാം, താഴേക്കും വരയ്ക്കാം. എപ്പോൾ? ഡ്യൂറിങ് സബ്ട്രാക്ഷൻ. എങ്ങോട്ടാണ് ആർക്ക് വരയ്ക്കുന്നതും തീരുമാനിക്കുന്നത് ഇവിടെ കിടക്കുന്ന ടേമാണ്. എങ്ങോട്ടാണ് ആർക്ക് വരയ്ക്കുന്നത് തീരുമാനിക്കുന്നത് ഇവിടെ കിടക്കുന്നത്. അഡിഷൻ ആയിരുന്നു, ഒന്നും വേണ്ട, ഈ പോയിന്റ് വെച്ച് അങ്ങ് വരച്ചാൽ മതിയായിരുന്നു. സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഈ പോയിന്റിൽ വെച്ചാണ് വരയ്ക്കേണ്ടത്. ചില സമയത്ത് മുകളിലും ചില സമയത്ത് താഴെയാണ് വരയ്ക്കുന്നത്. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഫസ്റ്റ് ടൈമിനെ നോക്കി. PR P ഈ പോയിന്റിലുണ്ടോ? P ഇല്ല. ഈ പോയിന്റിൽ R ഉണ്ടോ? ഇല്ല. ഈ പോയിന്റിൽ തുടങ്ങിയാൽ മാത്രം മുകളിലേക്ക്. അതായത് PQ ആയിരുന്നെങ്കിൽ Q ഉണ്ട്, അപ്പം മുകളിലേക്ക്. PRൽ P ഉണ്ട്, R ഉണ്ട്. PR ഇവിടെ ഉണ്ടോ? ഇല്ല. അതായത് താഴേക്ക് വേണം വരയ്ക്കാൻ. എത്ര എടുക്കണം? കോമ്പസിൽ 2 എടുക്കണം. കോമ്പസിൽ എത്ര എടുക്കണം? 2 എടുക്കണം. നമുക്ക് കോമ്പസിനെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് 2 അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കോമ്പസിനെ ഞാൻ ആദ്യം ഒന്നുകൊണ്ടെന്ന് ഇവിടെ കറക്റ്റ് പോയിന്റ് ചെയ്ത് നിർത്താം. പോയിന്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആർക്ക് വരയ്ക്കാം. കറക്റ്റ് പോയിന്റ് ചെയ്തു. ഇനി എത്ര വേണം? ഇനി 2 സെൻറ്റിമീറ്റർ ആക്കണം അല്ലേ? ഇപ്പം ഇതേ കോമ്പസിൽ സൈഡ് ചെയ്ത് കാണിക്കുന്നുണ്ടോ? 6.8 ആണ്. ഇപ്പോൾ 4 ആയി. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്
2 ആക്കി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ആർക്ക് വരയ്ക്കും. മക്കളെ, ഇത് കണ്ടേ, എനിക്ക് കോമ്പസിൽ 2 കറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. 2 എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ സ്കെയിലിന് എടുക്കാൻ പോകാം കേട്ടോ. നിങ്ങൾ കോമ്പസിന് തന്നെ യൂസ് ചെയ്യണം. എനിക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വലുതെടുക്കുക. ഒന്നുകൂടെ നോക്കട്ടെ. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കോമ്പസിന് തന്നെ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സ്കെയിലിന് മാർക്ക് ചെയ്ത് വരുവേ. കണ്ടോ, എനിക്ക് മിനിമം 2.6 വരെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കോമ്പസ് വെച്ചിട്ടുള്ള ഇത് ഞാൻ ശ്രമിക്കണില്ല, ഡിജിറ്റൽ ആയതുകൊണ്ടാണ്. അപ്പോൾ മക്കൾ കോമ്പസ് വെച്ചിട്ട് എടുക്കണം. കോമ്പസ് വെച്ച് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ സ്കെയിൽ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം എനിക്കിപ്പോൾ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാം? സ്കെയിൽ യൂസ് ചെയ്യാൻ പോകണേ. സ്കെയിൽ കൊണ്ടുവന്ന് എവിടെ വെച്ചു? ഇവിടെ വെച്ചു. ആദ്യമേ സ്കെയിലിനെ ഞാൻ ചരിച്ചു വെക്കാം. സ്കെയില്, എന്നിട്ട് എന്ത് ചെയ്തു? സ്കെയിലിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണ് ലൈവായിട്ട് അവൈലബിൾ അല്ലേ, അതുകൊണ്ട്. ഓക്കെ, നമുക്കിനി 2 മാർക്ക് ചെയ്യാം. ഞാൻ സ്കെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കെയിലിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഞാൻ 2 മാർക്ക് ചെയ്യാൻ പോകണേ. ഇതേണ്ട കിടക്കുന്ന 2. അപ്പോൾ ഇതാണ് എൻ്റെ 2. മനസ്സിലായേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ വരെ ചെയ്തിട്ടുണ്ട്? നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്തു, ആംഗിൾ എക്സ്റ്റെൻഡ് ചെയ്തു, ബേസ് വരച്ചിട്ടുണ്ടായിരുന്നു. മുകളിലേക്കാണ്, സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് മുകളിലേക്കാണോ താഴേക്കാണോ വരയ്ക്കേണ്ടതെന്ന് കൺഫേം ചെയ്തു. എങ്ങോട്ടാണോ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് ആർക്ക് വരച്ചു. ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇത് വന്ന് 2 സെൻറ്റിമീറ്റർ. ഇനി എന്താ മക്കളെ ചെയ്തത്? ആലോചിച്ച് പറ. ആർക്ക് വരച്ച് കഴിയുമ്പം ആർക്കിൻ്റെ ആ കട്ട് ചെയ്ത പോയിന്റും തേർഡ് എൻഡും കൂടെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കിത് ഡിഫറെൻ്റ് ആണെന്ന് തോന്നരുത്. എന്നാന്ന് വെച്ചാൽ മറ്റേത് മുകളിൽ വരച്ചു, അതിൻ്റേതായ വ്യത്യാസം. എന്തായാലും പ്രൊസീജിയർ ഓർത്താൽ മതി. ബേസ് വരയ്ക്കുക, ആംഗിൾ വരയ്ക്കുക, ആംഗിൾ എക്സ്റ്റെൻഡ് ചെയ്യുക, മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് പോയിന്റ് കണ്ടുപിടിക്കുക. ആ പോയിന്റും അപ്പുറത്തെ പോയിന്റും കൂടെ, തേർഡ് പോയിന്റും കൂടെ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തു. ഓക്കെ, കണക്ട് ചെയ്യുന്നത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തേക്കണം കേട്ടോ. കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ആർക്ക്? ഈ ആൾക്ക്. എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല മക്കൾ, എക്സ്റ്റെൻഡ് ചെയ്യേണ്ട. എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ വരച്ച ആ ലൈൻ ഇല്ലേ, അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതിന് വേണ്ടി എന്തെടുക്കണം? കോമ്പസ് എടുക്കുക. കുറച്ച് വലിയ ലെങ്ത് ഒക്കെ എടുക്കുക. എന്നിട്ട് ആദ്യം ഇവിടെ പോയിന്റ് ചെയ്തുകൊണ്ട് 2 ആർക്ക് വരയ്ക്കുക. എവിടെയൊക്കെ? മുകളിലും താഴെയും വരയ്ക്കാൻ പോവാം. 2 ആർക്ക് വരയ്ക്കുക. മുകളിലത്തെ ആർക്ക് ഞാൻ വരച്ച് താഴെ വരയ്ക്കാണ്. താഴത്തെ ആർക്ക് വരയ്ക്ക്. എന്നിട്ട് ഇപ്പുറത്തെ എൻഡിൽ കൊണ്ടുവന്ന് വെച്ചു. അവിടെയും ആർക്ക് വരച്ചു. ഇവിടെ കട്ട് ചെയ്ത് കിട്ടി. രണ്ടാമത്തത് ഇവിടെയാണ്. ഇവിടെ ആർക്ക് വരച്ചു, പക്ഷെ ഇവിടെ കട്ടായില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് ഒന്നുകൂടെ വെച്ച് എന്ത് ചെയ്യുക? ആർക്ക് വരയ്ക്കാൻ നോക്കുക. അവിടെ അല്ലോ, ഈ യെല്ലോയിൽ വെച്ച് ആർക്ക് വരയ്ക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ആർക്കില്ലേ, പഴയ ആർക്കിനെ കണ്ടിന്യൂ ചെയ്യുക. പോയിന്റ് കിട്ടി. ഇപ്പോൾ 2 പോയിന്റ് കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കണം. ഈ 2 പോയിന്റും കൂടെ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് പോയിന്റ് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ ഈ പോയിന്റിൽ നിന്ന് കണക്ട് ആയില്ലേ? കണക്ട് ആയി. ഇനി എന്ത് ചെയ്യണം? ഓർത്തോർത്ത് പറ.
ആദ്യം ബേസ് വരയ്ക്കുന്നു, പണ്ടത്തെ പരിപാടി. ആംഗിൾ ഏതാണെന്ന് വെച്ചാൽ ആംഗിൾ വരയ്ക്കുന്നു, മുകളിലേക്കും വരയ്ക്കുന്നു, താഴേക്കും വരയ്ക്കുന്നു. എവിടാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യത്തെ വെച്ചിട്ട് ഓർക്കാൻ പറയാം. മാർക്ക് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അതും ആ തേർഡ് എൻഡും കൂടെ ജോയിൻ ചെയ്തു. എന്നിട്ട് ഇതിന് വന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ആ ഇതിന് വന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അത് നമ്മുടെ ആംഗിളിൻ്റെ സൈഡിനെ എവിടെ കട്ട് ചെയ്യുന്നു അതിനെ തേർഡ് എൻഡുമായി കണക്ട് ചെയ്യുക. ആ ആംഗിളിൻ്റെ സൈഡിനെ എവിടെ കട്ട് ചെയ്യുന്നു അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. നോക്ക്, ഇവിടെ വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടർ എവിടാണ് ആംഗിളിനെ ടച്ച് ചെയ്തത്? നോക്ക്, ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതെവിടെ ടച്ച് ചെയ്തു? ഇതാണ് നമ്മുടെ ആംഗിളിൻ്റെ സാധനം അല്ലേ? ആംഗിളിൻ്റെ ലൈൻ ഇതല്ലേ? അതിനെ എവിടെ വെച്ച് ടച്ച് ചെയ്തു? ഇവിടെ വെച്ച് ടച്ച് ചെയ്തു. ഈ പോയിന്റിനെയാണ് നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഏതാണ് ആ മൂന്നാമത്തെ പോയിന്റ്? പി. കണക്ട് ചെയ്യും. പിയും ആറും കൂടെ കണക്ട് ചെയ്തു. നമ്മുടെ ട്രയാങ്കിൾ കാണണ്ടേ? വാ, നമ്മുടെ ട്രയാങ്കിൾ പി ക്യു ആർ ആണ്. ഇതേ കിടക്കുന്നു പി ക്യു ആർ. നമ്മുടെ ട്രയാങ്കിൾ ഇതേ കിടക്കുന്നു. വേണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്ത് കൺഫേം ചെയ്യാം. ഓക്കെ, വാ, ഇതെന്തായാലും 6 ആണെന്ന് നമുക്കറിയാമായിരുന്നു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ സൈഡിലത്തെ ബാക്കി അതർ 2 സൈഡ്സ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് 2 ആണെന്നൊന്ന് കൺഫേം ചെയ്തേക്കാം. നമ്മുടെ ആവശ്യത്തിലായിരുന്നു ഡിഫറൻസ് 2 ആയിരിക്കണം. ഇത് എത്ര ഉണ്ട് മക്കളെ? നോക്ക്, 5 ഉണ്ട് അല്ലേ? അപ്പുറേ സൈഡ് നോക്കാം. ഈ സ്കെയിലിനെ ഇപ്പുറേ സൈഡിൽ വെച്ചുകൊണ്ട് മെഷർ ചെയ്യണം. എത്ര? 3. എത്ര ഉണ്ട്? മറ്റേ അടുത്ത് 5.1 എങ്ങാണ്ടായിരുന്നു, ഇവിടെ 3.1 ഉണ്ട്. ആ 0.1 എന്തുകൊണ്ടാവുന്നേ? നമ്മൾ ഈ ലൈൻസ് കട്ടിക്ക് വരച്ചതുകൊണ്ടുള്ള ലൈൻ്റെ തിക്നെസ്സാണ്. അല്ലാതെ നോക്കി ഇത് 5 ഇത് 3 5ഉം 3ഉം കൂടെ സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും? 2 കിട്ടാനില്ലേ? കൺഫേം ആയില്ലേ? അപ്പോൾ പ്രൊസീജിയർ ഒന്നുകൂടെ പറയാണ്. തന്നേക്കുന്ന ബേസ് ലൈൻ വരയ്ക്കുക, തന്നേക്കുന്ന ആംഗിൾ വരയ്ക്കുക, എവിടേക്കാണോ ആർക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം അതിനെ കട്ട് ചെയ്യുക. മേ ബി മുകളിലാകാം, താഴെയാകാം. മുകളിലത്തെ നമ്മളിപ്പോൾ പറഞ്ഞു. താഴെയാണെങ്കിൽ ആ പോയിന്റ് കണ്ടുപിടിക്കുക, അതും ഇവിടെ ആംഗിൾ ഇല്ലാത്തതുമായിട്ട് ജോയിൻ ചെയ്യുക. പുതുതായി വരച്ചതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതെവിടെ വെച്ചാണോ നമ്മുടെ ആംഗിൾ ലൈനെ കട്ട് ചെയ്യുന്നത് അതിനെ തേർഡ് പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്ത് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? മക്കളൊരു ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഹോംവർക്ക് ചെയ്ത് നോക്ക്. കൺസ്ട്രക്ട് എ റൈറ്റ് ട്രയാങ്കിൾ ഹുസ് ബേസ് തന്നിട്ടുണ്ട്. എത്ര? 12. അപ്പോൾ 12 ഉള്ള ഒരു ലൈൻ വരച്ചു. സമ്മ് തന്നിട്ടുണ്ട്. എത്ര? സം ഓഫ് ഹൈപ്പോട്ടിന്യൂസ് ആൻഡ് അതർ സൈഡ് 18 ആണെന്ന് തന്നു. ആംഗിൾ തന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇതേ കിടക്കുന്നു റൈറ്റ് ആംഗിൾ. അപ്പോൾ ആംഗിൾ ഉണ്ടാക്കണ മെത്തേഡൊക്കെ അറിയാലോ. അത് വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി കണ്ടുപിടിച്ച് ലെങ്ത്തിൽ വരയ്ക്കുന്നു. ദെൻ സമ്മ് തന്നിട്ടുണ്ട് 18. സമ്മായോണ്ട് ഈസിയാണ്. ഇവിടെ കുത്തി 18 കൊണ്ട് കട്ട് ചെയ്യുക. ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഈ ജോയിൻ ചെയ്തതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. കിട്ടുന്ന പോയിന്റിനെ തേർഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇത് എ ആണെന്ന് വെച്ചോ, ഇത് ബി, ഇത് സി ആണെന്ന് വെച്ചോ. ഈ പോയിന്റും അതർ എൻഡും കൂടെ കണക്ട് ചെയ്ത് ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങളുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. 2 ആംഗിൾസും ഒരു സൈഡും തന്നാൽ എങ്ങനെയെന്നുള്ളത് ഒഴിവാക്കിയതാണ്. ഇത്രയും കൊണ്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ ചാപ്റ്റർ തീർന്നു. മക്കൾ ഇൻട്രസ്റ്റോട് ഇത് പഠിച്ചാലേ ഈ ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയി തോന്നും കേട്ടോ. നിങ്ങൾ നോട്ട്സ് വീഡിയോ കാണുന്നതിൻ്റെ കൂടെ എഴുതാൻ നോക്കണം. ഓക്കെ, അത് പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. ഓക്കെ, താങ്ക് യു.